നല്ല മൂവിയാണ്. ഇഷ്ടപ്പെട്ട എടുത്ത് പറയാൻ നല്ല മൂവിയാണ്. മോഹൻലാൽ കിടിലം. ഇഷ്ടപ്പെട്ട പടം കൊള്ളായിരുന്നു. അടിപൊളി സിനിമ. മോഹൻലാലിന്റെ തിരിച്ചു വരവാ. മോഹൻലാൽ പെർഫോമൻസ് എങ്ങനെയുണ്ട്? മോഹൻലാലിനെക്കാട്ടി ഇഷ്ടമായത് മറ്റേ ജഗന്നാഥ വർമ്മയുടെ ബ്രദറിൻ്റെ മോൻ വില്ലനെയാണ് ഞാൻ എല്ലാവർക്കും. അയ്യാ നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. മോഹൻലാലിൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം കണ്ടതിൽ നല്ലൊരു സിനിമ. വില്ല അടിപൊളിയായിട്ട് നന്നായിട്ട്. പുള്ളിക്ക് ഒരു ക്ലാപ്പ്. ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. സിനിമയാണ്, കൊള്ളാം, നല്ല സിനിമ. പഴയ കാലത്തിലേക്ക് നമ്മൾ പോവുക, അത്രയേ ഉള്ളൂ. നല്ല സിനിമ, അടിപൊളി, ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല സൂപ്പർ മൂവി, അടിപൊളി. ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല അടിപൊളി പടം. ഇഷ്ടപ്പെട്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, നല്ല പടം. അടിപൊളി, കൊള്ളായിരുന്നു, നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു. കുഴപ്പമില്ല, നല്ല പടം. വില്ലനും രണ്ടുപേരും ഒന്നിനൊന്നും വെച്ച സൂപ്പർ പടം, സൂപ്പർ. വില്ലൻ സൂപ്പർ, നല്ല പടം. മോഹൻലാൽ ആക്ടിങ് എല്ലാം നല്ലതായിരുന്നു. സിനിമ മേക്കിംഗ് എല്ലാം നല്ലതായിരുന്നു. നല്ല അടിപൊളി മേക്കിംഗ്. എല്ലാവരും വരണം, ഫാമിലിയായിട്ട് കാണണം, പൊളിക്കുക. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. ആ CIയുടെ ആക്ടിങ് നല്ല വില്ലൻ തന്നെ കിട്ടില്ല. അല്ല, ഞാൻ ഒന്നും അറിയാതെ വന്നേ. നേരത്തെ ബുക്ക് ചെയ്ത്, കൂട്ടുകാർ ബുക്ക് ചെയ്ത് നേരത്തെ അല്ലാതെ വന്നതാണ്. മോഹൻലാൽ പഴയതാ, എമ്പുരാനെക്കാട്ടും കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. ആ അതെ, എന്തായാലും തീർച്ചയായും നല്ല പടമായിരുന്നു. നല്ല സിനിമയായിരുന്നു. ഓക്കെ, സൂപ്പറായിരുന്നു, അടിപൊളി. എനിക്ക് പക്ഷെ ലാസ്റ്റ് 1 മിനിറ്റെങ്കിലും കൂട്ടായിരുന്നു. മോഹൻലാൽ സൂപ്പറായിരുന്നു, ആക്ടിങ് പൊളി. നല്ല മൂവിയായിരുന്നു. അതെ, നല്ല മൂവിയായിരുന്നു. മോഹൻലാലിന്റെ കംബാക്കാണ്. നല്ല ഹാപ്പിയാണ്. നല്ല സൂപ്പർ ക്ലാസിക് മൂവി. അടിപൊളി പടം, സൂപ്പർ, നല്ല സിനിമയാണ്. പ്രത്യേകിച്ച് എല്ലാം മൊത്തത്തിൽ കൊള്ളാം. ലാസ്റ്റ് ഇച്ചിരി ഒരു ഇതുണ്ട്. സൂപ്പറാണ്, കുഴപ്പമില്ല. നല്ല അടിപൊളി സിനിമയായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു മോഹൻലാലിനെ കാണാൻ പറ്റിയ അത്രയും സന്തോഷമുണ്ട്. ആ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ലായിരുന്നു. മറ്റേ മനസ്സിൽ ഭയങ്കര ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു രംഗമായിരുന്നു അത്. റിവ്യൂസ് അറിഞ്ഞല്ല, എനിക്ക് ഇങ്ങനെ കാണണമെന്നുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് ഒരുമിച്ച് വരണമെന്നുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് ഒരുമിച്ച് വന്നതാണ്. അപ്പം അങ്ങനെ കണ്ടു. ഇവർ പൈസ മൊത്തം വർത്തായിരുന്നു. എന്തായാലും പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആഗ്രഹിച്ചതിൻ്റെ അപ്പുറം ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ പെർഫോമൻസ് എല്ലാം. എല്ലാവരും മോഹൻലാൽ മാത്രമല്ല, ശോഭനയായാലും കൂടെ ഉണ്ടായിരുന്ന ഒക്കെ ആക്ടേഴ്സ് ആയാലും എല്ലാവരും ഒന്നിനൊന്നിനും അടിപൊളിയായിരുന്നു. വില്ലനെ എടുത്ത് പറയേണ്ട ഉണ്ട്. കാരണം അത്രത്തോളം എന്ന് വെച്ചാൽ ഫസ്റ്റായിട്ട് നമ്മൾ പുള്ളിക്കാരനെ കാണുകയാണ്. അങ്ങനെ ഒരു വില്ലനായിട്ട് വരുമോയെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയും വരത്തില്ല. കാരണം അത്രയ്ക്കും അടിപൊളിയായിരുന്നു. നമുക്ക് അത്രയും തോന്നുന്നു ആ വില്ലൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വില്ലൻ എന്നുള്ള രീതിക്ക് നമുക്ക് പറയാനത്തക്ക രീതിയിലും ഉണ്ടത്. ഉറപ്പായിട്ട് ഇനി ഒരുപാട് തുടരും. നല്ല സിനിമ, നന്നായിരിക്കുന്ന. നല്ല പടം, നല്ല പടം. ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് സന്തോഷമായി. ഇല്ല, കുഴപ്പമില്ല, സീനാണ്. ഇല്ല, മേക്കിംഗ് കുഴപ്പമില്ല, എൻഗേജിങ് ആണ്, കാണാൻ കൊള്ളാം. കൊള്ളായിരുന്നു. മോഹൻലാൽ കൊള്ളായിരുന്നു. ഏറ്റവും നല്ലത് ആ വില്ലനായിട്ട് അഭിനയിച്ച പോലീസുകാരൻ. അടി കൊടുക്കാൻ തോന്നി, പക്ഷെ പുള്ളിയുടെ അഭിനയം സൂപ്പർ കേട്ടോ. ഭയങ്കര റിയാലിറ്റി ആയിരുന്നു. നമുക്ക് വിഷമം തന്നെയാണ് കാണുമ്പോഴത്തേക്ക്. ഇഷ്ടപ്പെട്ടായിരുന്നു. സൂപ്പർ സിനിമ. കണ്ടില്ലെങ്കിൽ വളരെ നഷ്ടമായിരുന്നു. മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല ഈ വർഷത്തെ എന്തോ അഭിപ്രായം കണ്ടിട്ടാണ് വന്നത്. വളരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ലൈഫിൽ. അത്ര നല്ല സിനിമ. ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു, നല്ല മൂവിയായിരുന്നു. സിനിമ നല്ല സിനിമയായിരുന്നു. എന്തോ
നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. വില്ലൻ സൂപ്പറായിരുന്നു, നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നു. കൊള്ളാവോ?